മാർച്ച് മാസം 25-ാം തീയതി ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവകൃപയാൽ ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം ഓരോ ബുധനാഴ്ചയും നൽകുന്ന പുതിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് എനിക്കും എന്നെ കേൾക്കുന്നവർക്കും ഗുണകരമായി തീരുവാൻ ദൈവം പ്രസാദിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ, കർത്താവിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ. അതിന് 1-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. സദൃശ്യവാക്യം 1-ാം അധ്യായം, അതിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം? എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എൻ്റെ വചനങ്ങളെ നിങ്ങളെ അറിയിക്കും. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എൻ്റെ ആലോചന ഒക്കെയും ത്യജിച്ച് കളയുകയും എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയുമില്ല. അവർ പരിജ്ഞാനത്തെ വെറുത്തുവല്ലോ, യഹോഭക്തിയെ തിരഞ്ഞെടുത്തതുമില്ല. അവർ എൻ്റെ ആലോചന അനുസരിക്കാതെയും എൻ്റെ ശാസന ഒക്കെയും നിരസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ബുദ്ധിഹീനരെ പിന്മാറ്റം അവരെ കൊല്ലും, ഭോഷന്മാരെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിച്ച് ഈ സംഭവബഹുലമായ ലോകത്തിൽ, ദുഷ്ടത പെരുകി വരുന്ന ഈ ലോകത്തിൽ നാം എന്ത് തിരഞ്ഞെടുക്കും എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. അതിൽ വ്യക്തിപരമായ ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ആപത്ത് കാലത്ത്, ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ദുഷ്ടത പെരുകി വരുന്ന ഈ കാലത്ത് നാം എന്ത് തിരഞ്ഞെടുക്കും? അത് നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. അതായിരിക്കും ഇന്നത്തെ സന്ദേശം. അപ്പം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ബുദ്ധിഹീനതയിൽ നിന്നും, നമ്മുടെ പിന്മാറ്റത്തിൽ നിന്നും, നമ്മുടെ പരിഹാസത്തിൽ നിന്നും വിട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ ക്ലേശപൂർണമായ സമയങ്ങളിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ, ദുർഘട സമയങ്ങളിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനവുമാണ് ഞങ്ങൾക്ക് ആശ്വാസമുള്ളത്. നിൻ്റെ വാഗ്ദാനങ്ങൾ, നിൻ്റെ പ്രത്യാശാ വിഷയങ്ങൾ, അതിൽ മാത്രമേ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം അവിടുന്ന് മാത്രമാണ് വിശ്വസ്തനായ ഒരു വ്യക്തി.
പിന്നെ കർത്താവ് ഞങ്ങളിന്ന് പഠിക്കുമ്പോൾ അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ ദൈവത്തിലേക്ക് തിരിയുവാൻ, ദൈവവചനത്തിലേക്ക് തിരിയുവാൻ, ഞങ്ങൾക്ക് ഈ നാളുകളിൽ നിർഭയം വസിക്കുവാനായിട്ട്, ദോഷം ഭയക്കൂടാതെ ഞങ്ങൾക്ക് അതിനെ എതിർക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ച നാം 1 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു: അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അതിൻ്റെ വേറൊരു പരിഭാഷയാണ് അന്ത്യനാളിൽ ദുർഘട സമയങ്ങൾ വരും എന്നുള്ളത്. നാം അന്ത്യനാളുകളിലാണോ എന്നുള്ളത് ചുറ്റും നോക്കിയാൽ അറിയാം. ദൈവവചനം അറിയാവുന്നവർക്ക് അത് കൂടുതലായിട്ടറിയാം. വളരെ പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചാൽ, ഈ ലോകത്തെ നമ്മൾ പരിശോധിച്ചാൽ, ഈ ലോകത്തെ ചില വ്യക്തികളുടെ സ്വയ താല്പര്യങ്ങൾ നിമിത്തം ഈ ലോകത്തെ അവരാണ് ഭരിക്കുന്നത്. അപ്പോൾ അവർ ശരിയാണോ തെറ്റാണോ, സത്യമാണോ, ദൈവഭക്തന്മാരാണോ എന്നുള്ളത് നമുക്ക് വിഷയം. മതപണ്ഡിതന്മാര്, ചിന്തകന്മാര്, അങ്ങനെ വളരെ ദുർലഭം ചില ആൾക്കാരാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്. അവരുടെ ചിന്തകളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഈ സമയത്ത് നാം വ്യക്തിപരമായിട്ട് ദൈവത്തിലേക്ക് തിരിയാൻ, ദൈവത്തിൻ്റെ ആലോചനകളിലേക്ക് നമ്മൾ കടന്ന് ആശ്വാസവും നിർഭയവും അയാളുടെ ജീവിതവും ഒരു പ്രത്യാശാ ജീവിതവും നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അങ്ങനെ അന്ത്യനാളുകളെ കുറിച്ചുള്ള ബൈബിളിൻ്റെ വെളിപ്പെടുത്തലും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അല്പമായിട്ട് പരിശോധിക്കുകയുണ്ടായി. 1 തെസ്സലോനിക്ക ലേഖനം അതിന് 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ 1 തെസ്സലോനിയർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അല്പമായി അത് പരിശോധിച്ചപ്പോൾ 2 തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് കാണാം. ഒന്ന്, അവരെന്ന് പറയുന്ന ആരാണ്? സമാധാനവും ഭദ്രതയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദനയാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുകയില്ല. ഇതാണ് ഇന്നിപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ, ആ രാജ്യത്തെ അതിൻ്റെ ചരിത്രം. 1979 മുതലുള്ള അവരുടെ രാഷ്ട്രീയ ജീവിതം, അതിനെ സ്വാധീനിക്കുന്ന ചില വ്യക്തികളുടെ സ്വാധീനം, അവരുടെ വേദശാസ്ത്രം, അവരുടെ ആ വേദശാസ്ത്രം അനുസരിച്ചുള്ള അന്ത്യം, അതാണ് അവരെ നിയന്ത്രിക്കുന്നത്. ചുരുക്കം ചില പേര് മാത്രമാണ് ഈ വലിയ 80 ദശലക്ഷം വരുന്ന ആ രാജ്യത്തിലെ ജനങ്ങളെ ഭരിക്കുന്നത്. അവർ നിർഭയം വസിക്കുന്ന ആൾക്കാരായിരുന്നു. കാരണം ചുറ്റും അവർക്ക് നമ്മളിന്ന് കാണുന്നത് പോലെ മിസൈലുകളും ഡ്രോണുകളും അവരുടെ ആർമിയും അവരുടെ യുദ്ധക്കപ്പലുകളും കൊണ്ടുള്ള ഒരു നിർഭയമായിട്ടുള്ള ഒരു ജീവിതം. അവർ ലോകത്തെ വെല്ലുവിളിക്കുമായിരുന്നു, അമേരിക്കയെ വെല്ലുവിളിക്കുമായിരുന്നു, കൊല വിളിക്കുമായിരുന്നു ഇസ്രായേലിനെതിരെ. എന്ത് സംഭവിച്ചു? അന്ത്യകാലങ്ങളിൽ ദുർഘട സമയങ്ങൾ വരും. അപ്പം അതുകൊണ്ട് നാം വായിക്കുകയുണ്ടായി, നമ്മൾ വിതച്ചത് കൊയ്യും. സമാധാനം വിധിച്ചാൽ സമാധാനം ലഭിക്കും. എന്നാൽ കൊല വിളിച്ചാൽ ആ കൊല വിളിക്കുന്നവരുടെ അന്ത്യം അവരുടെ മരണത്തിൽ ചെന്ന് എത്തുമെന്നുള്ളത് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നാളുകളിൽ അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവവചനത്തിൽ ദൈവം തന്ന ആ ദൈവവചനത്തിലുള്ള ആശ്രയം, അതിലേറ്റവും പ്രധാന വ്യക്തി നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ്. അവനുള്ള വിശ്വാസവും നമ്മൾക്ക് ആശ്വാസവും ഭദ്രതയും സുരക്ഷിതവും ദൈവം നമുക്ക് നൽകേണ്ടത് ആവശ്യമാണ്. അതിൽ നമ്മൾ ജീവിക്കേണ്ടതും ആവശ്യമാണ്. അപ്പം അങ്ങനെ നമ്മൾ 1 തെസ്സലോനിക്ക 5-ാം ലേഖനത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ ദുഷ്ടനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. കൊല വിളിക്കുന്നവനാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ സഹോദരന്മാരുണ്ട്. അവരെ സംബന്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രത്യാശയുള്ളവരും ഭക്തന്മാരും
വിശ്വാസം, സ്നേഹം, രക്ഷയുടെ പ്രത്യാശ, സുബോധമുള്ളവരാണ്. സുബോധമുള്ളവർ. നമ്മൾ റോമാലെ 8-ാം അധ്യായം വായിച്ചു. അവിടെക്കുറിച്ച് പറയുന്നത് ഈ വിശ്വാസികളെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നത് അവർ ദൈവ മക്കളാണ്. ദൈവമക്കളുടെ ഗ്ലോറി ടു കം, അവരുടെ വരാനുള്ള തേജസ്സിനെ ഓർക്കുമ്പോൾ നമ്മൾ ഇന്ന് ഈ കാലത്തെ നമ്മുടെ ചില കഷ്ടങ്ങൾ അത് ഒന്നുമല്ല എന്നാണ് പൗലോസ് പുസ്തകം പറയുന്നത്. അത് തീർച്ചയായിട്ടും ശരിയാണ്. ഇന്നിപ്പോൾ ഈ യുദ്ധം കാരണം ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യത്തിനും എണ്ണ ലഭിക്കുന്നത് കൊണ്ട്, നമുക്ക് ഊർജത്തിന് വേണ്ടതായിട്ടുള്ള സാമഗ്രികൾ ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. കാരണം നമ്മൾ ഇറാനുമായിട്ട് മിത്രതയിലാണ്. അത് വാസ്തവത്തിൽ എപ്രകാരം തുടരാൻ പറ്റുമെന്നുള്ളത് ഒരു ഈ കാണുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെ ഇസ്രായേലിനോട് മിത്രതയും സാഹോദര്യവും പുലർത്തുകയും അവരുടെ ശത്രുക്കളോട് രമ്യമായിരിക്കുകയും ചെയ്യുക, എനിക്കറിയാൻ പാടില്ലാത്തൊരു വിഷയമാണത്. അതുകൊണ്ട് നമ്മുടെ ഫോറിൻ പോളിസിയിൽ തീർച്ചയായിട്ടും അതിനൊരു വലിയ മാറ്റം ഈ യുദ്ധത്തോടു കൂടി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടിയുള്ളൊരു തീരുമാനമായിരിക്കും എന്നുള്ളതും എനിക്ക് പ്രത്യാശയായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ പഠനത്തിലുണ്ട് എന്ന് നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ 2 തരം ആൾക്കാരെ നമുക്ക് ഈ അന്ത്യകാലത്ത് കാണാൻ പറ്റും. ഒന്ന് ദൈവ മക്കൾ. ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് വായിച്ച് നിങ്ങൾ കേൾപ്പിക്കുക. ആരാണ് ദൈവമക്കൾ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നല്ല കാര്യമാണല്ലോ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യമാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ഇത് നമ്മൾ ധാരാളം പ്രൂഫ് ടെക്സ്റ്റ് എന്ന് പറയും. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, സത്യ ദൈവത്തിൻ്റെ നിത്യമായ വചനമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എന്ന് വെച്ചാൽ ഈ വായിക്കുന്ന ഗലാത്യ വിശ്വാസികൾ, നമുക്കറിയാം ഗലാത്യ വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ദുഷ്പ്രചരണങ്ങളും പാഷണ്ഡ ഉപദേശങ്ങളും വന്നു. അവരെ സത്യസുവിശേഷത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ തക്കവണ്ണം ഉള്ള ഉപദേശങ്ങളായിരുന്നു. അവരോട് പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ, ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. അത് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായമായിട്ട് തുലനം ചെയ്ത് വായിക്കുമ്പോൾ, അത് കമ്പയർ ചെയ്യുമ്പോൾ അത് നമുക്കറിയാം ദൈവമക്കൾ ആരാണ്, ദൈവമക്കളുടെ പ്രത്യാശ എന്താണ്, നമ്മൾക്ക് വരാൻ പോകുന്ന മഹത്വം. ക്രിസ്തു യേശു മഹത്വത്തിൽ ജീവിക്കുമ്പോൾ അവനിൽ ഉള്ളവർ, വിശ്വാസത്താൽ അവനിൽ ആയവർ, ദോസ് ആർ ഇൻ ക്രൈസ്റ്റ്, അവരെയും വലിയൊരു തേജസ്കരിക്കപ്പെടുന്ന ഒരു നാള് നമുക്ക് വേണ്ടി വരികയാണ്. അത് നമ്മൾ ഓർക്കുമ്പോൾ, എങ്ങനെ ഓർക്കുന്നത്? ദൈവവചനത്തിൽ നിന്ന്. അപ്പോൾ ദൈവത്തിനെ അറിയാത്തവർക്ക് ഇത് ഒരു വിഷയമേ അല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഓർക്കുമ്പോൾ നമുക്ക് വരാനുള്ള പ്രത്യാശയുടെ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ഇന്ന് ഈ കാലത്തെ കഷ്ടങ്ങൾ അത് ഒന്നുമല്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ റോമർ 8-ാം അധ്യായത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ആ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് തന്നെ കഷ്ടം സഹിച്ച് മഹത്വത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ചെറിയ നമ്മുടെ ഈ ഏറിയാൽ 70-80 എന്നുള്ള ഈ കാലഘട്ടത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിലുള്ള ജീവിതത്തിൽ, ആ പ്രത്യാശ ജീവിതത്തിൽ, വരാനുള്ള തേജസ്സിനെ നോക്കി പുറത്തുകൊണ്ടുള്ള ജീവിതത്തിൽ തീർച്ചയായിട്ടും അത് നിർഭയവും സമാധാനവും സന്തോഷവും ആയിരിക്കും എന്നുള്ളതിന് യാതൊരു നമുക്ക് സംശയവും വേണ്ട എന്ന് ഞങ്ങളെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 1-2
വാക്യങ്ങൾ വായിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളുടെ സന്ദേശത്തെ അതിൻ്റെ എസെൻസ് വേണമെങ്കിൽ എന്ന് പറയാം, സത്ത എന്ന് പറയുന്നത് ഇപ്രകാരമായിരുന്നു: നമ്മൾ ദൈവമക്കളായി തീരുക, ദൈവവചനപ്രകാരമുള്ള പ്രത്യാശയുടെ ജീവിതം. നമ്മൾ ഇന്ന് കാണുന്നതല്ല നമ്മുടെ പ്രത്യാശാ വിഷയം, നമ്മൾ കാണാത്തതാണ്. ഈ കാണാത്ത കാര്യം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പ്രത്യാശാ വിഷയമല്ല. നമ്മൾ കാണാത്തത് നമുക്ക് നിത്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ദൈവത്തോടുള്ള കൂട്ടായ്മ, അവിടെ സ്വർഗത്തിലുള്ള ജീവിതം, നിത്യമായിട്ടുള്ള പ്രതിഫലങ്ങൾ, നിത്യമായിട്ടുള്ള അവകാശങ്ങളെല്ലാം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം അതിനെ നോക്കി പാർത്തുകൊണ്ടുള്ള ഒരു ജീവിതം അത് തീർച്ചയായിട്ടും വളരെ അനുഗ്രഹീതമായിരിക്കും. ഈ സംഭവവികലമായ ഈ അന്ത്യകാലത്ത് ദുഷ്ടന്റെ പ്രബലത കാണുമ്പോൾ, അവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുമ്പോൾ, നമ്മൾ തീർച്ചയായിട്ടും സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 30 വാക്യം നമുക്ക് അത് പ്രസക്തമാണ്. അതുകൊണ്ട് ഈ ഭാഗം വായിക്കാനുള്ള കാരണം, സദൃശ്യവാക്യങ്ങളിൽ നിന്ന് വായിക്കാനുള്ള കാരണം, ഇത് വ്യക്തിപരമായിട്ടുള്ള ചില തിരഞ്ഞെടുപ്പുകൾ ആവശ്യമാണ്. ലോകവും കുടുംബങ്ങളും രാഷ്ട്രങ്ങളും എന്ന് ദൈവത്തിനും ഇസ്രായേലിനും എതിരായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതാണ് അന്ത്യകാലത്തിൻ്റെ പ്രത്യേകത. നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കണം, സാക്ഷാൽ ദൈവത്തെ നമ്മൾ തിരഞ്ഞെടുക്കണം, സാക്ഷാൽ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കണം, അവരിൽ വിശ്വസിക്കണം, അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കണം. നമ്മൾ സദൃശ്യവാക്യങ്ങൾ പരിശോധിച്ചാൽ വളരെ ഗഹനമായ ആശയങ്ങളും പ്രത്യാശാ വിഷയങ്ങളും ഉള്ള ഒരു പുസ്തകമാണ് സദൃശ്യവാക്യങ്ങൾ. 33 അധ്യായങ്ങൾ നമുക്ക് അത് ജ്ഞാനം നൽകുന്ന, വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഫലങ്ങൾ നൽകുന്ന, വ്യക്തി ജീവിതം എങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കണം, ആരെ തിരഞ്ഞെടുക്കണം, എന്ത് നമ്മൾ തിരഞ്ഞെടുക്കരുത്, അതിനെ നമ്മൾ വിരോധിക്കണം എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ പരിശുദ്ധാത്മാവിൽ ദാവീദ് രാജാവ് തൻ്റെ മകനെ ആയ ശലോമനെ പഠിപ്പിച്ച ഉപദേശങ്ങളാണ് ഇതെന്നൊക്കെല്ലാം വേദപണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്തും ആയിക്കോട്ടെ, ഇത് ദൈവവചനത്തിലുള്ള ഒരു പുസ്തകം തന്നെയാണ്. അതിൽ നമ്മൾ 22 മുതൽ ഒന്നാം വാക്യം മുതൽ തുടങ്ങിയാൽ തന്നെ ഇത് 33 വാക്യങ്ങൾ നമുക്ക് ഒരു ബൈബിൾ ക്ലാസ് കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എന്നാൽ അതിലൊരു ചില ആശയങ്ങൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് തുടങ്ങുന്നത് തന്നെ ഇസ്രായേൽ രാജാവായി ദാവീദിന്റെ മകനായ ശലോമോന്റെ സദൃശ്യവാക്യങ്ങൾ. അപ്പോൾ ഇത് എഴുത്തുകാരൻ ദാവീദിന്റെ മകൻ ശലോമോൻ തന്നെയാണ്. അപ്പോൾ ദാവീദ് പഠിപ്പിച്ചതായിരിക്കണം എന്നുള്ള വിധത്തിലാണ് വേദപണ്ഡിതന്മാർ ഇത്. തീർച്ചയായിട്ടും ദാവീദ് ഒരു പ്രവാചകനും ഒരു ബൈബിൾ എഴുത്തുകാരനും പരിശുദ്ധാത്മാവ് എഴുതിയതാണെന്ന് നമുക്കറിയാം. 2-ാം വാക്യത്തിൽ ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം, നീതി, ന്യായം, നേർവഴി, എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവ് നൽകുവാനും ജ്ഞാനികൾ കേട്ടിട്ട് വിദ്യാഭിവൃത്തി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും സദൃശ്യവാക്യങ്ങൾ, അലങ്കാര വചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. അതിന് 7-ാം വാക്യം വളരെ പ്രസക്തമായ ഭാഗമാണത്. യഹോവഭക്തി, ഇങ്ങനെ ജ്ഞാനികളായി തീരാനുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക യഹോവഭക്തി തന്നെയാണ്. ദൈവഭക്തി, നമുക്കറിയാം യഹോവ എന്നുള്ള വാക്ക് അത് ഇസ്രായേലിന് ഉടമ്പടി ചെയ്ത ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയ പേരാണ് യഹോവ എന്നുള്ളത്. അവൻ സാക്ഷാൽ ദൈവം തന്നെയാണ്. എന്നാൽ അത് യഹൂദനെ വെളിപ്പെടുത്തിയ പേരാണെന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവഭക്തി അത് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. അതിനുശേഷം 8-ാം വാക്യം തൊട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ
മകനെ അപ്പൻ്റെ പ്രബോധനം കേൾക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും വരുത്. അവ നിന്റെ ശിരസിന് അലങ്കാരമായി നിന്റെ കഴുത്തിന് ശരപ്പിളിയും ആയിരിക്കും. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. അതാ വിഷയം. നാം പാപികളുടെ കയ്യിൽപ്പെടാൻ സാധ്യത. അതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ചില ദുർലഭം ചില വിദ്വാൻമാരുടെ ഉപദേശങ്ങൾക്ക് നമ്മൾ അടങ്ങിയിരിക്കുകയാണ്. അത് റോമൻ കത്തോലിക്ക സഭയുടെ പോപ്പാകാം, ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുടെ പാട്രിയാർക്ക് ആകാം, ഉക്രൈനിലെ പാട്രിയാർക്കാകാം, റഷ്യയിലെ പാട്രിയാർക്കാകാം, ആരുമാകാം, ഇറാനിലെ സുപ്രീം ലീഡറാകാം. അങ്ങനെ ചില വളരെ ദുർലഭം ആൾക്കാരാണ് ജനാൽ കോടികളെ നിയന്ത്രിക്കുന്നത്. അതിലൊക്കെ എത്രയോ വലുതാണ് നമ്മളുടെ ദൈവം. അവനിലേക്ക് തിരിയുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തിരഞ്ഞെടുക്കേണ്ട ഒന്ന് തന്നെയാണ്. അത് ഏറ്റവും അഭികാമ്യമാണ് എന്ന് ഞാൻ നിങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിവിട്ടു പോകരുത്, ഞങ്ങളോട് വരിക. അവരുടെ ചില കാര്യങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് ദാവീദ് തൻ്റെ മകന്. ഞങ്ങളോട് വരിക, നാം രക്തത്തിനായി പതിയിരിക്കുക, നിർദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്കുക, പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിലിറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായും വിഴുങ്ങിക്കളയുക. നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും, നമ്മുടെ വീടുകളെ കൊള്ള കൊണ്ട് നിറയ്ക്കാം. നിനക്ക് ഞങ്ങളോട് കൂടെ സമാംശം കിട്ടും, നമുക്ക് എല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും എന്നിങ്ങനെ അവർ പറഞ്ഞാൽ നീ പോകരുത്. ഇത് പാപികളുടെ സ്വഭാവമാണത്. ഇന്ന് നമ്മുടെ ലോകത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സദൃശങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രലോഭനം മനുഷ്യരിലുണ്ട്. പാപവും പാപികളും നമ്മളെ പ്രലോഭിപ്പിക്കുകയാണ്. ഇന്ന് പണം കൊണ്ട്, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന സമ്പത്ത് കൊണ്ട്, എണ്ണ കൊണ്ട്, അവരുടെ സമ്പത്ത് സൗകര്യങ്ങളെ കൊണ്ട് അവരെന്താണ് ചെയ്യുന്നത്? ഈ കാര്യമാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരെ വിഴുങ്ങിക്കളയാൻ തക്കവണ്ണം അവർ പണവും സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേ, ഇന്ന് ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ US പ്രസിഡൻ്റായ ഡൊണാൾഡ് ജെ ട്രംപ്, ആ വ്യക്തിയും തീർച്ചയായിട്ടും അത് ഈ അന്ത്യനാളുകളിലെ വിശിഷ്ട വ്യക്തികളാണ്. അവർ ദൈവം ഉപയോഗിക്കുന്നു, ദുഷ്ടതയ്ക്കെതിരെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അതിന് ഞാൻ കൈയടിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ സദൃശവാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ പാപികൾക്കെതിരായിട്ടുള്ള അവരുടെ സ്വഭാവങ്ങൾക്കും പ്രവൃത്തിക്കെതിരായിട്ട് ശലോമോൻ രാജാവിനെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ശലോമോൻ്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ഈ അപ്പൻ ഇത്രമാത്രം അവനെ സഹായിച്ചു, അവനെ ഉപദേശിച്ചുവെങ്കിലും അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ശലോമോൻ തീർച്ചയായിട്ടും തോറ്റുപോയി. അവൻ വിഗ്രഹാരാധിയായി തീർന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. 15-ാം വാക്യത്തിൽ, മകനെ, നീ അവരുടെ വഴിക്ക് പോകരുത്, നിന്റെ കാൽ അവരുടെ പാതയിൽ വെക്കുകയുമരുത്. അതുകൊണ്ടാണ് ഞാൻ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അല്പം പ്രശ്നങ്ങൾ വരാനുള്ള പ്രത്യാശയും തേജസ്സുമൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങൾ, അവകാശങ്ങൾ, നിത്യമായ അവകാശങ്ങൾ നമ്മളെ ഓർക്കുമ്പോൾ ചെറിയ കഷ്ടങ്ങൾ. ഇന്നിപ്പോൾ ഗ്യാസിന് അല്പം വില കൂടി, പച്ചക്കറിക്ക് അല്പം വില കൂടി, ഭക്ഷണ സാധനങ്ങൾ അല്പം വില കൂടി. ഇത് കഷ്ടം തന്നെയാണ്. അത് എത്രയോ ചെറുതാണത്. വരാനുള്ള പ്രത്യാശ നമ്മൾ നോക്കുമ്പോൾ ആ പ്രത്യാശക്ക് നൽകുവാൻ തക്കവണ്ണം ഒരു വ്യക്തി വന്നു നമുക്ക് വേണ്ടി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നു, കഷ്ടം സഹിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തിട്ട് നമുക്ക് പ്രത്യാശ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടി നിത്യമായ കാര്യങ്ങളെ നമ്മൾ കളയരുത്. നിത്യനായ ദൈവം നിത്യമായിട്ടുള്ള പ്രത്യാശ നമുക്ക് നൽകിയിരിക്കുകയാണ്. അത് നമ്മുടെ പുത്രനിൽ നൽകിയിരിക്കുകയാണ്. ആ പുത്രനാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു ജോലി, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഡോളർ അല്ലെങ്കിൽ റിയാല്, ആ പണം കൊണ്ട് നമുക്ക് പറ്റുന്ന സൗകര്യങ്ങളും സുഖങ്ങളും അത് താൽക്കാലികം മാത്രമാണ്.
അതുകൊണ്ട് നിത്യമായിട്ടുള്ള പ്രത്യാശാ വിഷയങ്ങൾ നമ്മൾ തള്ളിക്കളയരുതെന്നുള്ളൊരു ഉപദേശമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ 22-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 3 തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച്, ബുദ്ധിഹീനരെ, നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും, പരിഹാസികൾ, മോക്കേഴ്സ്, ദൈവത്തെ പരിഹസിക്കുന്നവർ, ദൈവത്തിൻ്റെ ബുദ്ധിയില്ലാത്തവർ, പരിഹാസത്തിൽ സന്തോഷിക്കുകയും, ഭോഷന്മാർ. അതിന് ഇംഗ്ലീഷിൽ ഈ കിങ് ജെയിംസ് പരിഭാഷയിൽ ഹൗ ലോങ് എ സിമ്പിൾ വൺസ് വിൽ യു ലവ് സിംപ്ലിസിറ്റി, സ്കോഫേഴ്സ് ഡിലൈറ്റ് ദം ഇൻ സ്കോഫിംഗ് ആൻഡ് ഫൂൾസ് ഹേറ്റ് നോളജ്. ഇത് ഞാൻ ആരെയും ഫൂൾ എന്ന് വിളിക്കാനായിട്ട് ധൈര്യപ്പെടുന്നില്ല, എന്നാൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയാണ്. നമ്മൾ ഈ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണോ? ദൈവം നമ്മളെ തരംതിരിക്കുമ്പോൾ നമ്മൾ ബുദ്ധിഹീനരാണോ, പരിഹാസികളാണോ, ഭോഷന്മാരാണോ? അതുകൊണ്ട് നമ്മൾ ജ്ഞാനമുള്ളവരെ, ദൈവത്തിന് ജ്ഞാനമുള്ളവരായിട്ട് തീരേണ്ടത് അത്യന്താഗ്രഹം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതിന് 23-ാം വാക്യത്തിൽ എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എൻ്റെ വചനങ്ങളെ നിങ്ങളെ അറിയിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. സദൃശവാക്യം 1-ാം അധ്യായത്തിൽ 20-ാം വാക്യം. ഇവിടെ പറയുന്നത് എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് പൊഴിച്ചു തരുമ്പോൾ അത് എവിടെ നിന്നാണ്, എന്താ തരാൻ പോകുന്നത്? എൻ്റെ വചനങ്ങളെ നിങ്ങളെ അറിയിക്കും. ഈ വചനങ്ങളെ അറിയിക്കുന്നതാണ് ഈ മനസ്സിൽ നടക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അവിടെയാണ് ഈ പെൻറ്റക്കോസ്റ്റലിസം അല്ലെങ്കിൽ ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് അത് വളരെ കൂടുതൽ ശക്തമായി വരുന്ന. ഈ ദുഷ്ടതയോടൊപ്പം തന്നെ അതും വളർന്നു വരികയാണ്. അവിടെ പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, ഒരു മനസ്സ് ദൈവവചനമല്ല, ഏതോ വേറെ ആത്മാവ് അവരെ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ്. 24-ാം വാക്യത്തിൽ ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും, ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെ. അപ്പം ഞാൻ വിളിച്ചിട്ടു എന്ന് പറയും. ഇവിടെ അപ്പൻ്റെ മകനും തമ്മിലുള്ളൊരു ഉപദേശത്തിൻ്റെ വിഷയമാണ്. എന്നാൽ എൻ്റെ പിന്നിലുള്ള വ്യക്തി ആരാണ്? ഞാൻ എന്ന് പറയുന്ന വ്യക്തി, അത് യഹോവയെ ദൈവമാണ്, സാക്ഷാൽ ദൈവമാണ് എൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും, ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും, നിങ്ങൾ എൻ്റെ ആലോചന ഒക്കെയും ത്യജിച്ചു കളയുകയും എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അതാണ് ഈ വ്യക്തികൾ ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിക്കാതെ, കൂട്ടാക്കാതെ, ബുദ്ധിഹീനരായിട്ട്, പരിഹാസികളായിട്ട്, ഭോഷന്മാരായിട്ട് ജീവിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ കേട്ടില്ല, ഞാൻ കൈ നീട്ടി, നിങ്ങൾ എൻ്റെ കൈ സ്വീകരിച്ചില്ല. ഇത് വാസ്തവത്തിൽ ശരിയല്ലേ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. ഞാൻ പറയുന്നതുകൊണ്ടല്ല, ഇത് ദൈവവചനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അതിനൊന്ന് പരിശോധിക്കേണ്ടത് അത് ഉത്തമമായ ഒരു ഗുണമാണെന്ന് ഞാൻ ഓർക്കുകയാണ്. അതിൻ്റെ 26-ാം വാക്യം, ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. കാരണം എന്താണ്? ഞാൻ വിളിച്ചു, നിങ്ങൾ കേട്ടില്ല, എൻ്റെ ആലോചന നിങ്ങൾ ത്യജിച്ചു കളഞ്ഞു, എൻ്റെ ശാസനയെ നിങ്ങൾ അനുസരിക്കാതിരുന്നു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. ഇന്ന് ഇറാനിലെ ആ ദുഷ്ടതയുടെ പിന്നിലുള്ള ആ വ്യക്തികൾ ഇന്ന് അവരെ സംഹരിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഏകദേശം 50 വർഷം ദൈവഛായയിലുള്ള മനുഷ്യരെ അവർ കൊന്നൊടുക്കുകയായിരുന്നു. വിളിച്ചു കേട്ടില്ല. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഈ ലോകത്തിൽ ഇത്രയും ദുഷ്ടത നിറഞ്ഞ ആ ഇറാനിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. ആ കണക്കിൽ ഞാൻ പറയുന്നതല്ല, ഇത് മീഡിയയിൽ നിന്ന് കിട്ടിയ അറിവുകളാണ്. ഒത്തിരി പേര് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ ഇതെല്ലാം ഇടയായിട്ടുണ്ട് എന്നുള്ളതും ദൈവിക സത്യം തന്നെയാണ്. ഇവിടെ പറയുക 27-ാം, ഞാൻ നിങ്ങളെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും, നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ
നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. ആരാ പരിഹസിക്കാൻ പോകുന്നത്? ആരാ ചിരിക്കാൻ പോകുന്നത്? ദൈവം ചെയ്യുമെന്ന് പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. പക്ഷെ ഇതെല്ലാം കൈനീട്ടി വിളിച്ചു, അവൻ്റെ ആലോചനകൾ നൽകി, അതിന് വേണ്ടാന്ന് വെച്ചിട്ട് ചില വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടി നമ്മളെല്ലാം കുടുക്കിയിരിക്കുകയാണ്. എൻ്റെ പിന്നാലെ വാ, നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കുമെന്നുള്ളത്. അത് വാസ്തവം ശരിയല്ലേ? ചില പണ്ഡിതന്മാരായ വ്യക്തികളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ ഈ ലോകത്തിൽ, ഈ മൊബൈൽ യുഗത്തിൽ, ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ അത് വന്നതോടുകൂടി മനുഷ്യർ വാസ്തവത്തിൽ സ്വസ്നേഹികളെ മാറിയിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഒരു പരിധി വരെ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് മാത്രമല്ല, കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് അന്ത്യനാളുകളിൽ സ്വസ്നേഹികളായി തീരും. നമുക്കറിയാം, അത് തിമോത്തിയുടെ ലേഖനത്തിൽ നമ്മൾ മുന്നേ വായിച്ചിട്ടുള്ളതാണ്. അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് മനുഷ്യർ സ്വസ്നേഹികളായി തീരും. ഞാനും എൻ്റെ സ്മാർട്ട് ഫോൺ. അപ്പം ഇവിടെ ദൈവം പറയുകയാണ്, അതിനർത്ഥം ഞാൻ ചിരിക്കും, നിങ്ങൾക്കിത് ഭവിക്കുമ്പോൾ അത് നിങ്ങളെ പരിഹസിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അപ്പോൾ അവർ എന്നെ വിളിക്കും. ഇപ്രകാരമുള്ള കഷ്ടങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ, ഇവൻ ഒരു ദൈവത്തെ വിശ്വസിക്കാത്ത, ദൈവത്തിന് മറുതലിക്കുന്ന, അവനോട് മല്ല് പിടിക്കുന്ന വ്യക്തികൾ പോലും പ്രശ്നങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, വേദന വരുമ്പോൾ ദൈവമെന്ന് വിളിച്ചു പോകും. അവരെക്കുറിച്ച് പറയുകയാണ്, അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയുമില്ല. അതിന് കാരണം പറയുകയാണ്, അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ, യഹോവ ഭക്തിയെ തിരഞ്ഞെടുത്തതുമില്ല. കാരണ സംഗീതം ദൈവം പറയുകയാണ്. ശലോമോനോട് തൻ്റെ അപ്പനായ ദാവീദ് വഴി പറയുകയാണ്. കാരണം എന്താണ്? അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ, യഹോവയെ തിരഞ്ഞെടുത്തതുമില്ല. അവരെൻ്റെ ആലോചന അനുസരിക്കാതെ എൻ്റെ ശാസന ഒക്കെയും നിരസിച്ചു കളഞ്ഞത് കൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളിൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു സമ്മറി ആയിട്ടാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വായിച്ചത്. വിതയ്ക്കുന്നത് കൊയ്യും. ദൈവത്തിന്റെ സന്നിധിയിൽ ഡോണ്ട് ബി ഡിസീവ്ഡ്. നമ്മൾ ദൈവത്തെ പരിഹസിക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് ബി ഡിസീവ് ഗോഡ്, ഡോണ്ട് മോക്ക് ഗോഡ്. ദൈവത്തെ പരിഹസിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വിതയ്ക്കുന്നത് ഇന്ന് വിതയ്ക്കുന്നതിൻ്റെ കൊയ്ത്താണ് നമ്മൾ കാണുന്നത്. കൊല വിളിച്ചു, ഇന്ന് അവർ എല്ലാം മരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ 31-ാം വാക്യം, അതിന് 30-ാം വാക്യം, അവർ എൻ്റെ ആലോചന അനുസരിക്കാതെ എൻ്റെ ശാസനമൊക്കെ നിരസിച്ച് കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. 32-ാം വാക്യം, ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും. എന്തിൽ നിന്ന് അവർ പിന്മാറിയത്? ദൈവത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ശാസനയിൽ നിന്ന്, ദൈവത്തിൻ്റെ ആലോചനയിൽ നിന്ന് അവർ മാറിക്കളഞ്ഞതുകൊണ്ട് എൻ്റെ ബുദ്ധിഹീനതയുടെ പിന്മാറ്റം അവരെ കൊല്ലും. ഭോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. നമ്മൾ ചിന്തിക്കുന്നവരാകണം, എന്നെ നിയന്ത്രിക്കുന്നത് ദൈവമാണോ അല്ലെങ്കിൽ വേറെ ചെറുത്താൻ്റെ ആൾക്കാരാണോ, സാത്താൻ്റെ ആൾക്കാരാണ്? നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്ക് ഈ തല തന്നിരിക്കുന്നതിനകത്തുള്ള ആ വളരെ സങ്കീർണമായി നൽകിയിരിക്കുന്ന തൊപ്പി വെച്ച് അല്ലെങ്കിൽ മുടി ചീക്കി നടക്കാനല്ല, അത് ഉപയോഗിക്കാൻ തന്നെയാണ്. നിങ്ങളുടെ നിശ്ചിന്ത നിങ്ങളെ അവരെ നശിപ്പിക്കും. അവരെ എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് തിരിയാത്തവരെ നശിപ്പിക്കും. 33-ാം വാക്യം വളരെ ശ്രദ്ധേയമായ വിഷയം. എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് നിർഭയം വസിക്കാനും
ദോഷം വരുമെന്നുള്ള ഭയമില്ലാതെ നമുക്ക് ജീവിക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഈ യഹോവയായ സാക്ഷാൽ ദൈവത്തിലേക്കും ദൈവത്തിലേക്കും തിരിയേണ്ടത് നമുക്ക് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മദ്രാസിൽ ചെന്നൈ അതിലൊന്ന് കറങ്ങാനൊക്കെ ദൈവം ഇടയാക്കി. അപ്പോൾ ഞങ്ങൾ പാസ് ചെയ്യുന്ന സമയത്ത് US എംബസി കണ്ടു, ഇരിക്കുന്ന സ്ഥലം കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇറാൻ്റെ മിസൈലിൻ്റെ വരാനുള്ളൊരു സാധ്യത ഇവിടെയുണ്ട്. കാരണം ഇസ്രായേൽ അമേരിക്കയുടെ എല്ലാ എംബസികളെ ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ എനിക്കറിയാം, നമ്മൾ ഇറാനുമായിട്ട് സ്നേഹബന്ധത്തിലാണ്, എന്നാൽ ഇസ്രായേലുമായിട്ട് സ്നേഹബന്ധത്തിലാണ്. അപ്പം അതുകൊണ്ട് ഇനി ചെന്നൈയിലെ US എംബസിയിൽ മിസൈൽ വരുമോ? വരുമില്ല എന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. എന്നാലും ഒരിക്കൽ കൂടി ഒരു നല്ല വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സഹദശവാക്യം 1-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കും. ഇവിടെ എൻ്റെ വാക്കെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് പറയുന്നത് ദൈവമായതുകൊണ്ട് ഞാനത് കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ്. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. ഇതിൻ്റെ തന്നെ സത്യവേദ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിക്കുന്നത്. എന്നാൽ ഇത് POC ബൈബിളിലെ തർജ്ജമ കൂടി വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നെ വിട്ടകലുന്നത് മൂലം ദുർഗതികൾ മൃതിപ്പെടുന്നു, ഭോഷരുടെ അലംഭാവം തങ്ങളെ തന്നെ നശിപ്പിക്കും. 33-ാം വാക്യം, എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ഇതാണ് 33-ാം വാക്യം. എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും, അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും. രണ്ട് പരിഭാഷ ഏകദേശം ഒരേ കാര്യത്തിലേക്കാണ് നമ്മളെ കടത്തുന്നത്. ദൈവത്തിലുള്ള ആശ്രയം, ദൈവഭയവും ദൈവത്തിൻ്റെ പ്രത്യാശയിലേക്കും ദൈവം നമ്മളെ നടത്തട്ടെ. ഈ ചെറിയ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ, വരാനുള്ള പ്രത്യാശയും നമ്മുടെ തേജസ്സും ക്രിസ്തുവേശുള്ള അവകാശങ്ങളും നിത്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ചിന്തകൾ നമ്മൾ പഠിക്കുമ്പോൾ, ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ യുദ്ധം കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ അത് വെറും നിസ്സാരമാണ് ഓർപ്പിക്കാനായി. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങൾ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, ബുദ്ധിമാന്മാരായി തീരുവാൻ, ജ്ഞാനികളായി തീരുവാൻ, ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുത്തെ കരുതലും കാവലും ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ, ദൈവമക്കളുടെ മേലുണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.